ഈ വീട്ടിൽ മൊത്തം 4 3 പിള്ളേരും. 4 എന്ന് പറഞ്ഞാൽ വീട് വാടക എടുത്തവര് ഭാര്യ ഭർത്താവും അല്ല. ഈ വീട് വാടക എടുത്തിരിക്കുന്നത് പെങ്ങളും ഭർത്താവും നല്ലൊരുത്തനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പല കാര്യങ്ങൾ നമ്മളുടെ ഇടപെട്ടിട്ടുണ്ട്, നമ്മളുടെ ഇടപെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പയ്യനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിന് പ്രശ്നം ഉണ്ടാക്കിയതിന് അവനായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ 1.5 മാസം ഇവിടെ ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് പല പ്രാവശ്യം മുറിവ് വെക്കുക, ദേഹത്ത് പൊള്ളലേക്ക്, ഇതൊക്കെ ഇദ്ദേഹം കാണുന്നില്ലേ? അത് അളിയനും തമ്മിൽ പ്രശ്നമുണ്ട്. എന്നാലും ഒരു കുഞ്ഞിനെ ഇങ്ങനെ അളിയനും തമ്മിൽ പ്രശ്നം വെച്ചാൽ അളിയൻ ഇവിടെ ഇല്ല, മറ്റേ വീടെടുത്ത ഇവിടെ ഇല്ല, അവരുണ്ട്. മറ്റൊരു സൗകര്യമുണ്ട്. വീടെടുത്ത അവൻ മാത്രമില്ല. കാരണം ഇവരാരും പേരൊന്നും എനിക്കറിയില്ല. അഷ്കറിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് വരും പോവും. അപ്പൊ ഇവരൊക്കെ ഈ കുഞ്ഞിന്റെ ദേഹത്തുണ്ടാകുന്ന അവർക്ക് കുഞ്ഞിനോട് താല്പര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ആഷ്കറിന്റെ അമ്മയ്ക്ക് കൈ ഒടിഞ്ഞത് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ ഫോട്ടോ കണ്ടതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഈ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഈ അവസ്ഥയിൽ ഇന്നലെ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ജീവൻ ഉണ്ടായിരുന്നോ കുഞ്ഞിന്? ജീവനൊന്നും ഉള്ളായിരുന്നു ഒരു പിടിയില്ല. ഇന്നലെ 4 മണിക്കകത്താവേ ഉള്ളൂ പോയെന്ന് പറഞ്ഞാൽ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവിടെ മെനയാന്ന് അവിടെ നിന്ന് ആംബുലൻസ് വന്ന് ഇവിടെ അവൻ്റെ വീട്ടിൻ്റെ കൊണ്ട് തിരിഞ്ഞു. പിന്നെ അങ്ങനെ വന്ന് തിരിഞ്ഞു പോയ കൂട്ടത്തിൽ ആംബുലൻസിനെ കൊണ്ട് നിർത്തിയതും ഇവിടെ നിന്ന് കയറ്റുന്ന ഒരുമിച്ചായിരുന്നു. അങ്ങനെയാണ് പോയത്. പോയിരുന്ന തോളിട്ടൊക്കെയാണ് അത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ ചോദിച്ചു. ഒരു അക്ഷരം മിണ്ടിയില്ല, വണ്ടി കയറി അങ്ങ് പോയി. ഒന്നും മിണ്ടിയിട്ടില്ല. എന്താണ് സംഭവം തന്നെ ഇവൻ കുട്ടി കൊണ്ട് കയറിയപ്പോഴാണ് അറിയുന്നത്. ഇവന് മദ്യപാനമല്ലോ അറിയില്ല, എനിക്കറിയില്ല. ഭയങ്കര ഓളിയത്തിൽ പാട്ട് വെച്ചിട്ടാണ് ഇതുവഴി വരുന്നത്. അത്രേ ഉള്ളൂ. 12 മണി വരെ മിക്ക ദിവസവും 12 വരെ ഇവനും 2 പയ്യന്മാരുടെ ഈ ജംഗ്ഷനിലുണ്ടാവും. അതിനെക്കുറിച്ച് അറിയില്ല. അതാ സംഭവം. ഇവിടെ അനിയനും ഭാര്യയും താമസം. ഇവിടെ എന്ത് ബഹളം ഉണ്ടെങ്കിലും നമ്മളറിയില്ല, നമ്മൾ ഒരു കാര്യം അറിയില്ല. കാരണം അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് വീട്. ഇത് ഇത്രയും കുഴിയായോണ്ടാണോ കേൾക്കാത്തത്? അതുകൊണ്ടായിരിക്കാം. കാരണം ഇവിടെ നിന്ന് അനിയനെ വിളിച്ചിട്ടുണ്ട്. കേൾക്കാൻ തന്നെ പാടാണ്. അങ്ങനെ ഇവിടെ ഇറങ്ങി ഒന്നേ വിളിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വീടിന്റെ അവസ്ഥ അതാണ്. സംസാരിക്കാറുണ്ടായിരുന്നോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞില്ല, ഞാൻ 3-4 ദിവസം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാള് ഒന്നുമില്ല, അത്ര മാത്രം പറഞ്ഞാൽ. അതിനുശേഷം ഞാൻ മിണ്ടില്ല. എനിക്ക് അവൻ ആരും സംസാരിക്കാറില്ല. ഈ കല്യാണം കഴിച്ചിട്ട് ആദ്യം ഇങ്ങോട്ടാണ് വന്ന് താമസിക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് അറിയാം. ചെറിയങ്കീട് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അത് ഞാൻ ഇപ്പാണ് അറിഞ്ഞത്. അല്ല, ആത്മഹത്യ അത് അബോധാവസ്ഥയിൽ കിടപ്പിലെന്നാണ് അറിവ്. കാരണം ഈ ക്യാൻസർ പോലത്തെ അസുഖം വന്ന് വേറെ ആൾക്ക് പിന്നെ തല പിടിച്ചിടിച്ച് അങ്ങനെ ഇത് ഇപ്പം ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അയ്യോ, കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് സത്യത്തിൽ ഭയങ്കര പ്രയാസമാണ്. ഒന്ന് എനിക്ക് വയ്യാത്തതാണ്. പോലീസുകാർ പക്ഷെ കിട്ടിയ കൊടുത്തു. പോലീസ് അത്രയും റിസ്ക് എടുത്തിട്ടും കിട്ടിയ കൊടുത്തു. പിടിച്ചോ? അത് ഈ കുട്ടിയുടെ ശരീരം ഫുള്ള് കുത്തി ചെയ്യാൻ. പക്ഷെ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ചില മൂത്ത ആള് വരത്തത്. അവനുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ അവന്റെ അളിയനുമായിട്ടാണെങ്കിൽ പരിചയമുണ്ട്. പക്ഷെ അളിയനൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഈ കുഞ്ഞിന് എങ്ങനെ ഇങ്ങനെ വേറെ ജോലിക്ക് പോകും? ഇവിടെ എല്ലാം അവൻ വേറെ ജോലിക്ക് മലപ്പുറത്താണ്. 51 മുറിവുകൾ, പിന്നെ മുറിവ് ഉണങ്ങിയ പാടുകളുണ്ട്. ആ കുട്ടിയുടെ അമ്മ തമിഴ്നാട്ടിലൊരു ഡാൻസിനെന്തോ ടാക്സി ഡ്രൈവറാണ്. സ്വന്തം വണ്ടി തന്നെയാണോ അവിടെ അടിച്ചിട്ട് സ്വന്തം വണ്ടിയാണ്. അഷ്കറിന്റെ സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞ. ഇവിടുന്ന് 5 കിലോമീറ്റർ ചുള്ളാളം ഭാഗത്ത് ആ ഭാഗത്ത് എവിടെയാണ്. ആദ്യ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു. അത് നന്ദിയോട്. അഖിലയുടെ സ്ഥലം ഇവിടെ തൊട്ട് കൊച്ചാട്ടുകാർ. മെനങ്ങാന്നാണ് കുട്ടിയുടെ തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ പനവൂരുള്ള ഹോസ്പിറ്റലിന് ആദ്യം കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവരുന്നപ്പോഴേ മരിച്ചെന്നാണ് അവരുടെ സ്റ്റാഫുകൾ പറഞ്ഞത്. കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുമ്പോൾ ക്രൂരമായ കൊലപാതകം. ആ കുഞ്ഞിനെ ആ വീട്ടിലുള്ള എല്ലാവരും പങ്കാളികളുമാണ്. ഇത് നാട്ടിലൊന്നും ആരും അറിയുന്നില്ല. ഇവർ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ്. പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിലുമുണ്ട്. ഈ കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ അന്ന് പ്രസവിച്ചതാണ്. അപ്പോഴേ ഇവർ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട അവർ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്താ കാരണവശാൽ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒക്കെ പറഞ്ഞു. ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന ഡാൻസറാണ്. ഇവർ ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് ഒരു 6 മാസം ആവേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇല്ല. ഇവിടെ ഇപ്പം ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? ഇവിടെ ഇവരെ സഹോദരിയുടെ ഭർത്താവ്,
അതിൽ 2 കുഞ്ഞുങ്ങൾ അത് ശരി. ഒക്കെ ഉള്ള വീടാണ്. വേറെ 2 കുഞ്ഞുങ്ങളുടെ അതേപോലെ ഉള്ളതാണ്. ആ സ്ഥലത്താണ് ഈ കുഞ്ഞിന് മാത്രം പ്രീണനം ഏൽക്കുന്നത്. അതാണ്. ഇത് ഒരിക്കൽ കൈ 2 കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്. 2 കൈയും കെട്ടിയിട്ടേക്കുന്നത്. കണ്ടായിരുന്നു അത്? ആ ഫോട്ടോയിൽ കണ്ടു. സിഗരറ്റ് കൊണ്ട് കുത്തിപ്പൊള്ളിച്ചതെന്നാണ്. സിഗരറ്റ് അല്ലെന്നാണ് പറയുന്നത്. സിഗരറ്റ് ലാമ്പാണെന്നാണ്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലൊക്കെ അവർക്കുണ്ടായിരുന്നു. ഈ അളിയനൊക്കെ കൂടെ താമസിക്കുമ്പോഴാണ് അളിയന് 2 കുഞ്ഞുങ്ങള്, അവരുടെ ഭാര്യ, അവരുടെ അമ്മ എല്ലാം താമസിക്കുന്ന വീട്ടിലാണ് ഈ കുഞ്ഞ് താമസിക്കുന്നത്. ഈ അവന്റെ സഹോദരി ഇവിടെ ഒരു കടയിൽ നിൽക്കാൻ പോകും. മറ്റേ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ആ പുള്ളി വന്നപ്പം കുഞ്ഞിങ്ങനെ കിടക്കണേ അവൻ ചോറ് വാരി കൊടുക്കണം. അപ്പോൾ ചോദിച്ചു, ഈ ഉറങ്ങണ കുഞ്ഞിന് നീ ഇങ്ങനെ കിടക്കണമെന്ന് നീ ചോറ് കൊടുക്കണേ എന്തിന് എന്ന് ചോദിച്ചെന്നു. അപ്പോൾ പറഞ്ഞാൽ അവൻ ഉറങ്ങണം, ഞാൻ അവൻ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാൻ ആ പുള്ളി ഇവിടെ നിന്ന് പനൂരം എത്തിയപ്പോൾ തിരിച്ചു വിളിച്ച് കുഞ്ഞിന് വയ്യെന്ന് സുഖമില്ലെന്ന് വിളിച്ച് അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അപ്പോഴേ കുഞ്ഞ് മരിച്ചിരിക്കുക. എന്തായാലും ഒരു പൈശാചികമായ, അല്ലാതെ അവനെ ഒന്നും ചെയ്യണമെന്നും പറഞ്ഞല്ലല്ലോ ആൾക്കാർ ഈ ഇത്രയും വിഷമം. അത് എവിടെ ആയാലും ചെയ്യും. പിന്നെ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.